റിസ്വാൻ്റെ പല വീഡിയോകളൊക്കെ കാണുമ്പോഴേ പ്രത്യേകിച്ച് ഞാൻ കണ്ട ഒരു വീഡിയോ എനിക്ക് തന്നെ കണ്ടിട്ട് പേടിയുന്നൊരു സാധനം ഉണ്ട്. ചാലിയാർ പുഴയിൽ നിറഞ്ഞൊഴുകുന്ന പുഴേൻ്റെ മേലെ കൈവരിയിൽ നിന്നിട്ട് റിസ്വാൻ ചെകളെ റിസ്വാൻ്റെ കുഴപ്പമൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ റിസ്വാനായിട്ട് ഒരു ബന്ധമില്ലാത്ത നമുക്ക് ഒരു പേടിയാണ്. ഉമ്മാക്ക് എന്താ തോന്നിയത്? പേടിയേനി ഇനി പോവണ്ട, കളിക്ക് പോവല്ലേ, എനിക്ക് വെള്ളത്തിൽ പോകുന്നൊക്കെ പറഞ്ഞേനി. അപ്പൊ പറഞ്ഞ കുഴപ്പമില്ല, വെള്ളത്തിൽ പോവൊന്നുമില്ല, ഞാൻ പരിശ്രമിച്ചു നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ പോവാൻ ഒക്കെയില്ലേനി, പിന്നെ ഞങ്ങളെ കാണാതെ പോവലേനി. അത് കണ്ടപ്പോ വീഡിയോ കാണിച്ചു ഭയങ്കര ബേജാറായി. ബോള് പോയാലും കുഴപ്പമില്ല, ബോൾ നമുക്ക് പുതിയ വാങ്ങാം. ആള് വീണ് കഴിഞ്ഞാൽ അത്രയും പുഴ ഒഴുക്കൊക്കെ ഉള്ളതാണ്. ചെറുപ്പത്തിൽ റിസ്വാനങ്ങളെ പിടിച്ചേക്കുമായിരുന്നു. പന്തളിക്കാൻ പോയി ചെറുപ്പത്തിലേ തന്നെ. അന്ന് ഒരു പരിക്കൊക്കെ പറ്റിയല്ലോ, ഉപ്പ പറഞ്ഞു കൈയൊടിഞ്ഞ കഥയൊക്കെ. മോളെ പ്രസവിച്ചെടുക്കണം, മോള് പ്രസവിച്ചെടുക്കും മുടിയാഴ്ചന്റെ അന്നാണ് അവന്റെ കൈക്ക് പറ്റിയത്. ഓനെ പറഞ്ഞൊക്കെ കേൾക്കൂലേനി, മുടിയാഴ്ചയിലായിട്ട് എല്ലാരും മെഡിക്കലോടെ കയറ്റിയല്ലേ. ഓനെ പറഞ്ഞാൽ കേൾക്കും, ഞങ്ങളെ കാണാതെ കണ്ണ് വെട്ടിച്ചു പോയി. ചെറുതായെന്നേ അതിനോട് ഭയങ്കര ഇഷ്ടേനി. ഓന് പരിശ്രമിച്ചിട്ട് തന്നെ ഓന് കിട്ടിയത്. അതുകൊണ്ട് ഇപ്പോ ഗിന്നസ് ബുക്ക് കയറി, ഗിന്നസ് ബുക്ക് കയറിയ മോന്റെ ഉമ്മയിപ്പാണ് ഇപ്പൊ ഉള്ളത്. അങ്ങനെ ഇപ്പോൾ നാട്ടുകാർ ഇപ്പോൾ നിങ്ങളെ ഉമ്മാന്റെ ചങ്ങാതിമാരവരൊക്കെ അടുത്തുള്ളവരൊക്കെ വിശേഷം പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ? വളരെ സന്തോഷം, ഓനാല് വളരെ സന്തോഷം കിട്ടീന് അൽഹംദുലില്ലാ. കൊറേ അത് അത്രയും ഓൻ നയിച്ചീന്, അത്രയും ഓൻ കഷ്ടപ്പെട്ടിട്ട് തന്നെ ഓനെ കിട്ടിയത്. ഓൻ വാർപ്പിന്റെ മുകളിൽ ഒരു കുപ്പി വെള്ളമായിട്ട് കയറി പോയി. നമ്മളൊക്കെ പറഞ്ഞാലും ഓൻ കേൾക്കൂലേ. ഓൻ പറയും എനിക്ക് ഇത് കിട്ടും, ഞാൻ കളിക്കും തന്നെ പറയല്. പിന്നെ കുറെ കൊഞ്ഞ് എന്നിട്ട് പിന്നെ നട്ട് കളിക്കും, പിന്നെയും കൊയക്ക് മാറിയിട്ട് പിന്നെയും പോകും. അങ്ങനെ ഇവിടെ അടുത്തുള്ളവരൊക്കെ കേൾക്കറിയില്ലേനി. ഓനക്ക് മുകളിൽ നിന്ന് കയറുമ്പോൾ എല്ലാവർക്കും കാണുവേനി ഓൻ അങ്ങനെ കളിക്കണത്. വാർത്തുനിന്നാലും പിന്നെ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടേനി ഇതിന്റെ മുകളിൽ, അവിടുന്നും കളിക്കും. എല്ലായിടത്തും റോട്ടുമ്പോൾ എല്ലായിടത്തും കളിച്ചിനി ഓന്. അങ്ങനെ ഓൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് സിനാന്, ഓനും ബനും കൂടിയാണ്. ഓനും ബനും കൂടിയാണ് എപ്പോഴും. ഓൻ രാവിലെ വരും, ബനോട് പോകും. അങ്ങനെ കുറെ നടന്ന് പോയാട്ടാണ്, കുന്നും മലയും കയറിയാട്ടും. അങ്ങനെ ചെറുപ്പത്തിലേ ആ ഒരു പന്തിനോണ്ടേനി. ഓന് പിന്നെ ദർസിൽ ഓതാൻ പൊടിക്കണം എന്നൊക്കെ പന്ത് അവിടുന്ന് ദർസൊന്നും കളിക്കുവേനി, ഹോസ്റ്റലിൽ പോയാട്ട്. നമ്മൾ ഭക്ഷണം വാങ്ങി തിന്നാൻ പൈസ കൊടുക്കണമൊക്കെ പന്ത് തന്നെയാളും. നല്ല ഇഷ്ടേനി. സീൻ ഗാർണിയർ വരെ റിസ്വാനെ അഭിനന്ദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും വലിയ സന്തോഷം തോന്നുന്നു ഉമ്മ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ. ഒരു വീഡിയോ കാണുമ്പോ ഞങ്ങൾക്ക് വളരെ സന്തോഷം. എന്റെ കുട്ടി ഇങ്ങനെയൊക്കെ ഉമ്മ എന്തെങ്കിലും കരുതിയിട്ടുണ്ടായിരുന്നു ഇത് ലോക റെക്കോർഡാകും ഈ ഒരു വീഡിയോ? അങ്ങനെയൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനൊന്നും കരുതിയില്ല. ഓനെന്നെ പരിശ്രമിച്ച്, റബ്ബ് കൊടുത്തൊരു തൗഫീഖാണെങ്കിലും കൂടിയായിട്ട് ഓന് പരിശ്രമിച്ചിട്ട് കിട്ടിയത് തന്നെയാണ്. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എത്ര വീഴ്ച ഉണ്ടെങ്കിലും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടുമെന്നുള്ളതിന്റെ ഉദാഹരണം തന്നെയാണ്. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് കിട്ടും. അത് ഓൻ ശ്രമിച്ചത് തന്നെയാണ്. റബ്ബ് ഓന്റെ കൂടെ തുണയിൽ നിന്ന് അങ്ങനെ വിജയിച്ചതാ. അപ്പോൾ റിസ്വാന്റെ ഈ വിജയത്തിനും നേട്ടത്തിനൊക്കെ പിന്നിൽ കുടുംബത്തിന്റെ വലിയ പങ്ക് ഉണ്ട്. എല്ലാവരും എൻ്റെ അനിയനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല പ്രൗഡാണ്. ഫാമിലി ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ചോദിക്കലുണ്ട്. ഓൻ്റെ എന്തെങ്കിലും റീൽസും കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് ഷെയർ ചെയ്യലും ഒക്കെ ഉണ്ട്. കാണുമ്പോൾ നല്ല സന്തോഷം തന്നെയാണ്. ഓൻ്റെ പ്രൗഡ് തന്നെയാണ്.